സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെരി വെരി സ്പെഷ്യൽ. നമ്മുടെ കുടുംബത്തിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, അവരെങ്ങനെ സമൂഹത്തിൽ മുഖ്യധാരയിൽ എത്തിക്കണം എന്നുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവില്ലേ? അതിന് നല്ലൊരു ഉത്തരമാവുകയാണ് തൃപ്പൂണിത്തുറയിലെ ആദർശ് സ്പെഷ്യൽ സ്കൂൾ. ലോകത്തിലെ ഏറ്റവും സ്പെഷ്യലായ കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറി സമൂഹത്തിലൊരു മാതൃക തീർക്കുകയാണ് ആദർശ് സ്പെഷ്യൽ സ്കൂൾ. കാലത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു തോട്ട് എവിടെ നിന്നാണ് തുടങ്ങിയത്? കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റുന്നൊരു ചോദ്യമല്ല. അതെന്താണെന്ന് വെച്ചാൽ 27 വർഷം മുമ്പ് ഞങ്ങളൊരു 10-12 ആൾക്കാർ, ഒരു സമാന മനസ്കരായിട്ടുള്ള കുറച്ച് പേര് ചേർന്നിട്ട് ഈ ഒരു മേഖലയിൽ ഒരു അപര്യാപ്തത, സ്പെഷ്യലായിട്ട് ഈ ചിൽഡ്രൻ വിത്ത് സെറിബ്രൽ പാൾസി, അവർക്ക് ഒരു സെൻറ്റർ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല. മിക്കവാറും എല്ലാവരും ഇൻ്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കായിരുന്നു ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. നമ്മൾ തുടങ്ങുമ്പോൾ 7 കുട്ടികളായിട്ട് തുടങ്ങിയതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടെ സ്കൂൾ വരുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. നമ്മൾ ആദ്യം തുടങ്ങുന്നത് ചിൽഡ്രൻ അഫക്റ്റഡ് വിത്ത് സെറിബ്രൽ പാൾസി കുട്ടികൾക്ക് തന്നെയായിരുന്നു. ഒരു ന്യൂറോ ഡൈവർജൻ്റ് അല്ലെങ്കിൽ ന്യൂറോളജിക്കലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് നമ്മൾ അവർക്കാണ് തുടങ്ങിയത്. നമ്മളുടെ ഉദ്ദേശം വളരെ ലളിതമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജനറൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും കാണുന്നത് ഇവരുടെ ഒരു എബിലിറ്റീസ് അല്ല, ഇവരുടെ ഡിസബിലിറ്റീസാണ്. ഈ ഡിസബിലിറ്റീസിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊരു സിറ്റുവേഷനാണ്, ഒരു അക്വയർഡ് പ്രോബ്ലമാണ് ബിക്കോസ് ഓഫ് ദ ബ്രെയിൻ ഡാമേജ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലിനിക്കൽ സൊല്യൂഷൻസ് ഇല്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ. നമുക്ക് ആ സിറ്റുവേഷൻ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. ലോകത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിനേക്കാളും കൂടുതൽ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? നമ്മളിപ്പോൾ മോർണിംഗിൽ രാവിലെ ഇവർ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസിൻ്റെ സെക്ഷനാണ്. രാവിലെ പെറ്റോ സെക്ഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. അവരുടെ ബോഡിയിലെല്ലാം ഇതെല്ലാം ഒന്ന് വാമപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് എക്സസൈസ് കൊടുക്കുന്നത്. അതിൽ കിടക്കുന്ന കുട്ടികളുണ്ട്, ഇരിക്കുന്ന കുട്ടികളുണ്ട്, നടക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് ഓരോ സെക്ഷനായിട്ടാണ് നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ രാവിലെ അസംബ്ലിയുടെ സെക്ഷനിൽ പോകും. അതിലും പറ്റുന്ന കുട്ടികൾ നിൽക്കുക, അല്ലാത്തവർ അതനുസരിച്ച് മാനേജ് ചെയ്യാന്നുള്ളതിൽ അതങ്ങ് പോകും. അതിനുശേഷമാണ് നമ്മൾ ഒരു സ്നാക്ക് ബ്രേക്ക് ഉണ്ട്, ചെറുതായിട്ടൊരു 11 തൊട്ട് 11:15 വരെ നമ്മുടെ ക്ലാസ്സിൽ സ്നാക്ക് ബ്രേക്ക് ഉണ്ട്. അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ലെവൽ, അതിൽ ഓരോ കുട്ടികൾക്ക് ഗ്രൂപ്പ് സെക്ഷൻ കൊടുക്കുന്ന കുട്ടികളുണ്ടാവും, IEP കൊടുക്കാണ്ട്. എന്നിട്ടാണ് നമ്മൾ ഏത് ഗോളാണോ എടുക്കുന്നത് ആ ഗോളിൽ എടുക്കുന്ന IEP സെക്ഷൻ ആണെങ്കിൽ അവർ ഇൻഡിവിജ്വൽ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, IEP ഉദ്ദേശിക്കുന്ന ഇൻഡിവിജ്വൽ സെക്ഷൻ കൊടുത്താലാണ് ഇമ്പ്രൂവ്മെൻറ്റ്, അതനുസരിച്ച് കൊടുക്കും. നമ്മളിവിടെ ബേസിക്കലി കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു കോർ ഗ്രൂപ്പ് ഓഫ് പാനൽ അവരെ അസസ് ചെയ്തിട്ട് അവരുടെ എന്താണോ പ്രോബ്ലം അതനുസരിച്ച് നമ്മൾ അവരുടെ ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്ത് അവരെ പ്ലേസ് ചെയ്യാണ്. സ്കൂൾ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത് പല വിഭാഗത്തിലുള്ള കുട്ടികളെ മനസ്സിലാക്കി അവരെ ഏത് ഏരിയയിലോട്ട് പ്ലേസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് സ്കൂൾ ഫങ്ഷൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഓട്ടിസം ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട്, സെറിബ്രൽ പാൾസി ഉണ്ട്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ കുട്ടിയുടെയും പ്രശ്നം അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സസിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഡൗൺസിന് നമുക്കൊരു ക്ലാസ് ഉള്ളത്, അവിടെ 12 കുട്ടികളാണ്. ഫങ്ഷണൽ അക്കാഡമിക്ക് നമുക്ക് 4 ക്ലാസ്സസ് ഉണ്ട്. അവിടെ നമ്മൾ കുട്ടികൾക്ക് മാക്സിമം എഡ്യൂക്കേഷൻ NIS സിലബസിൽ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം അവരെ കൃത്യമായിട്ട് പഠിപ്പിച്ച് പോവാണ്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ സിവിയർ ഗ്രൂപ്പാണ്. സിവിയർ ഗ്രൂപ്പിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പാരൻസും കൂടെ ചേർന്നാണ് ആ മെയിൻ്റനൻസിലേക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരുന്നത്. പാരൻസും കൂടെ ചേർന്നാണ് അവരുടെ തെറാപ്പിയും കാര്യങ്ങളും എല്ലാത്തിലേക്കും ഫോക്കസ്ഡ് ആയിട്ട് അവരെ കൊണ്ടുപോകുന്നതും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. എല്ലാ രീതിയിലുള്ള തെറാപ്പീസും നമ്മൾ അണ്ടർ 1 റൂഫ് കൊടുക്കുന്നുണ്ട്.
ഓട്ടിസം നമുക്കൊരു 6 ക്ലാസ് ഉണ്ട്. അവിടെയും നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ യൂണിറ്റ് കുഞ്ഞു കുട്ടികൾ തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മളിവിടെ ഓട്ടിസത്തിലെ കുട്ടികളിലും എല്ലാ കുട്ടികളും, അത് ഞാൻ ആദ്യമേ പറയണമായിരുന്നു, നമ്മളിവിടെ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എബവ് 18 നമുക്ക് വേറൊരു സെൻറ്ററാണ്, ആദ്യ സെൻറ്റർ ഫോർ എംപവർമെൻറ്റ് എന്ന് പറയും. ഇതിപ്പോൾ ലെവൽ ഓഫ് സ്റ്റുഡൻസ് അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇത് 18+ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മന്നെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ 18+ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മൾ ജോബ് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് പഠിപ്പിക്കും. എന്നിട്ട് നമ്മൾ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് ടീമുണ്ട്, അവർ നമുക്കായിട്ട് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് അവർ പ്ലേസ്ഡ് ആക്കും നമ്മളുടെ. അപ്പോൾ ഇവിടെ നമ്മൾ സ്കില്ല് 3 മാസത്തേക്ക്, അതായത് ഒരു ക്വാർട്ടർ എന്ന് പറയുന്ന 3 months ആണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഏരിയാസ് ഉണ്ട്, ലൈക്ക് F&B, പാൻട്രി, പിന്നെ ഹൗസ് കീപ്പിംഗ്, പിന്നെ റീറ്റെയിൽ അപ്പാരൽ, റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ്, ഡേറ്റ എൻട്രി, പിന്നെ മൾട്ടിപ്ലെക്സിൽ റിഫ്യൂൽ ഏരിയ, അക്ഷറിങ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതിൽ എന്നിട്ട് നമ്മളെല്ലാം പഠിപ്പിക്കും, അതായത് വർക്കബിലിറ്റി, ലീവബിലിറ്റി. വർക്കബിലിറ്റി എന്ന് പറയുന്നത് ഈ കോഴ്സ് എങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ. പിന്നെ ലീവബിലിറ്റി എന്ന് പറയുമ്പോൾ ടൈം, കമ്മ്യൂണിക്കേഷൻ, പിന്നെ മണി, ഈ 3 കാര്യമായിരിക്കും പോകുന്നത്. പ്ലസ് ഇവരുടെ ബിഹേവിയർ ആയിട്ടുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളും കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ പോകും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 3 months കഴിയുമ്പോൾ നമ്മുടെ ടീം വന്നിട്ട് ഒരു അസസ്മെൻറ്റ് നടത്തും. ആ അസസ്മെൻറ്റിൽ ഇവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ചെയ്ത് ഇൻ്റർവ്യൂവിന് വിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ അവിടെ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ 2 ട്രെയിനേഴ്സാണ്. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയിട്ട് 1 month അവിടെ ഓൺ ജോബ് ട്രെയിനിങ് കൊടുക്കും. ജസ്റ്റ് എവറി മന്ത് ഇവർക്ക് കൗൺസിലിംഗ് സെക്ഷൻസ് ഉണ്ടാവും. ഇവർ അറിയാമല്ലോ, സ്ട്രെസ് എന്തായാലും ഉണ്ടാവും, നമുക്കുണ്ട്, അപ്പോൾ പിന്നെ ഇവർക്ക് ഉണ്ടാവാണ്ടിരിക്കില്ല. സോ എന്തെങ്കിലും ഫേസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കൗൺസിലിംഗ് സെക്ഷൻ എവറി മന്ത് വയ്ക്കും. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും, ഇവരറിഞ്ഞും അറിയാണ്ടൊക്കെ നമ്മൾ പോയി ഒബ്സർവേഷൻ. ഡ്രോയിങ് സാറാണ്, പേര് അഞ്ജൻ സതീഷ്. പുള്ളി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ്. ഒരു കണ്ണിന് ഫുള്ളി വിഷൻ ഇല്ല, മറ്റേ കണ്ണിന് 50% വിഷനേ ഉള്ളൂ. CP ആണ്, കേൾവി ഇല്ല. ലിപ് റീഡിങ് അറിയാം, നമ്മളെന്തെങ്കിലും നോക്കി പറഞ്ഞാൽ അതനുസരിച്ച് അത് ക്യാച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. വളരെയധികം പ്രശസ്തനായൊരു വ്യക്തിയാണ്. നമ്മുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കാർട്ടൂൺ അക്കാഡമിയുടെ ഐക്കണാണ്. പിന്നെ ഒത്തിരി പിക്ചർ എക്സിബിഷൻ, കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ എക്സിബിഷൻ ഉണ്ടായിരുന്നു മാം. ഗാന്ധിജിയുടെ ഒരു 150 പടം പുള്ളി കൈകൊണ്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പ്രശസ്തനായൊരു വ്യക്തിയാണ്. ഇവിടെ തന്നെ പഠിച്ച സ്റ്റുഡൻ്റാണ്, ഇപ്പോൾ ഇവിടുത്തെ ഡ്രോയിങ് സാറാണ്. വെർച്വൽ ഓട്ടിസം ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലിയാണ് കേൾക്കാൻ തുടങ്ങിയതല്ലേ. അപ്പോൾ വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓടി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ടു 2 to 3 years പോയി കഴിഞ്ഞാൽ കോവിഡ് സമയത്ത് ഒത്തിരി പേര് വീടിനുള്ളിൽ നിൽക്കുക. അപ്പം നമുക്ക് ഉള്ള ഒരു എക്സ്പോഷർ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ ഒരു ഒരു ആക്ടിവിറ്റി കുട്ടികൾക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ കൂടുതലും അവർ ഡിപ്പെൻഡ് ചെയ്യുക സ്ക്രീനിനെയാണ്. അപ്പോൾ സ്ക്രീൻ ടൈം എക്സ്പോഷർ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും വെർച്വൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് കണ്ടുവരുന്നത്. മെയിൻലി നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ്, അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അതായത് കാർട്ടൂൺ ക്യാരക്ടർ സംസാരിക്കുന്ന പോലെ നമ്മളോട് സംസാരിക്കുക, ദാറ്റ് ഈസ് ഒരു മീനിങ് അല്ലാത്ത ഒരു കോൺവെർസേഷൻ, ഒരു സോഷ്യലൈസേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാതിരിക്കുക. 3 to 6 years ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ മറ്റുള്ള കുട്ടികളായിട്ട് ചേർന്ന് കളിക്കുക, ടോയ്സ് വെച്ച് കളിക്കുക, ആ ആക്ടിവിറ്റീസിലെല്ലാം ഇവർ ഒരു ഡെഫിസിറ്റ് കാണിക്കും. ഇതാണ് മെയിൻലി വെർച്വൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് നമ്മൾ പറയുന്നത്. മെയിൻ ഇഷ്യൂ പറയുന്നത് സ്ക്രീൻ ടൈം കൂടുതലാവുന്നത് കൊണ്ടാണ്. പാരൻസിൻ്റെ സൗകര്യപ്രദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാരൻസിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ കുട്ടികളെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സമയം അവർക്ക് ജോലിക്ക് പോകണമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ കുട്ടികൾക്ക് കൂടുതൽ വിഷ്വൽ മീഡിയ കാണിക്കാൻ തുടങ്ങി. വിഷ്വൽ മീഡിയ കണ്ട കുട്ടികളിൽ പലപ്പോഴും നമ്മൾ കണ്ടുവന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് അവരുടെ സോഷ്യലൈസേഷൻ സ്കില്ല് കുറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറഞ്ഞു, അവർക്ക് ബിഹേവിയർ ഇഷ്യൂസ് വന്നു. കുട്ടികൾ ശരിക്കും റിയൽ വേൾഡും തമ്മിലുള്ള വ്യത്യാസം കുട്ടികൾക്ക് മനസ്സിലാവാണ്ടായി. അങ്ങനെ വന്നപ്പോൾ പ്രോബ്ലംസ് കൂടിയപ്പോഴാണ് പാരൻസ് പോലും റിയലൈസ് ചെയ്യുന്നത് കുട്ടികളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് അസസ്മെൻറ്റിലേക്ക് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നതും നമ്മളത് വെർച്വൽ ഓട്ടിസം ആണെന്നുള്ളത് മനസ്സിലാക്കുന്നതും.
അങ്ങനെ അഡ്മിഷൻ എടുത്ത ഒത്തിരി കുട്ടികൾ നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെയാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ചിലപ്പോൾ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് അവർ ഫുഡ് കഴിപ്പിക്കാറുണ്ട്. അതുപോലും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ കുട്ടികളെ TV അല്ലെങ്കിൽ ഫോൺ കാണിച്ചിട്ടല്ല ഫുഡ് കഴിപ്പിക്കേണ്ടത്. ആ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക. ഇപ്പോൾ WHO തന്നെ നമ്മൾ ഓൾറെഡി ഒരു എന്താ പറയുക ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ ടൈം 6 ഇയേഴ്സിന് ശേഷം മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സോ 30 മിനിറ്റ്സിനുള്ളിൽ കാണിക്കണം എന്നുള്ളത്. നമ്മുടെ തെറാപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തെറാപ്പീസും നിങ്ങൾക്ക് ഏതൊക്കെ തെറാപ്പി ഒരു കുട്ടിക്ക് വേണം അതനുസരിച്ച് എല്ലാ തെറാപ്പിയും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഒക്കുപേഷണൽ തെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി, ഹൈഡ്രോ തെറാപ്പി, ഈവൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, കൗൺസിലിംഗ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മളിവിടെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പാരൻസിനുള്ള കൗൺസിലിംഗ് നമ്മുടെ ഏറ്റവും ഒരു ഹൈലൈറ്റാണ്. പല സ്കൂൾസിനെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാരൻസിനെ ഫോക്കസ് ചെയ്യത്തില്ല. മിക്ക സ്കൂൾസും ചൈൽഡ് സെൻറ്റേർഡാണ്. പക്ഷേ ആദേഴ്സ് ചൈൽഡിനെ കൂടാതെ അല്ലെങ്കിൽ കുട്ടീനെ കൂടാതെ പാരൻസിനെ കൂടെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പാരൻസിൻ്റെ സ്ട്രെസ്സ്, അവരുടേതായ പ്രശ്നങ്ങൾ അത് കേൾക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാനൊരു അമ്മുമ്മയാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ലൊരു പ്രോത്സാഹനം, നല്ലൊരു മോട്ടിവേഷനും മെൻ്റലായിട്ട് അമ്മമാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടീം തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് സൈക്കോളജി അങ്ങനെയൊക്കെയുള്ള മോട്ടിവേഷൻ നൽകുന്ന അമ്മമാർക്ക് മോട്ടിവേഷൻ നൽകുന്ന ക്ലാസ്സുകൾ തരാനായിട്ട് തന്നെ ഇവിടെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ക്ലാസ്സും എല്ലാവരുടെ എനർജിയും എല്ലാവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞങ്ങൾ അമ്മമാർ ഇത്ര ആക്റ്റീവായിട്ട് ഇവിടെ നടക്കുന്നത്. പിന്നെ എൻ്റെ കുട്ടിയെ സംബന്ധിച്ച് കുറേ പറയുകയാണെങ്കിൽ അവൾ ആദ്യം ഏർലി ക്ലാസ്സിൽ വന്നു. പിന്നെ എബിലിറ്റി ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇപ്പോൾ അവിടെയാണ് ഞങ്ങൾ AMG ആ ഗ്രൂപ്പിലാണ്. അവിടെ അമ്പിളി ടീച്ചറാണ് ഹെഡ്. ഞങ്ങൾ 4 ഡിവിഷനായിട്ട് നടത്തുന്ന ക്ലാസ്സാണ്. അപ്പോൾ അവിടെ ഒരു ക്ലാസ്സിലാണ് ഞാൻ എൻ്റെ കുട്ടിയെ, സായ എന്നാണ് എൻ്റെ കുട്ടിയുടെ പേര്. അവൾക്ക് ഇവിടെ വരുമ്പോൾ സംസാരിക്കാനോ നടക്കാനോ തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയോ ഐക്യമോ ഒന്നുമില്ലാത്ത കുട്ടിയായിട്ടാണ് ഞങ്ങൾ വന്നത്. പ്രസവിച്ച 8-ാം മാസം തുടങ്ങി ഫിറ്റ്സാണ് എൻ്റെ കുട്ടിക്ക്. അപ്പോൾ ആ ഫിറ്റ്സിന് മരുന്ന് കൊടുക്കുന്നതോടൊപ്പം നമ്മൾ ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള ഇതുകൾ കൊടുത്താലേ ആവുള്ളൂ എന്നുള്ളത് ഈ സ്കൂളിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലായിരുന്നു. സാധാരണ കുട്ടികളെ ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള നമ്മൾ സിമ്പതിയോടുകൂടി പലരും നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ സ്കൂളിന് പ്രത്യേകത സിമ്പതിക്ക് ഇവിടെ സ്ഥാനമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ കുട്ടീനെ തുറിച്ച് നോക്കി, സമൂഹം തുറിപ്പിച്ച് നോക്കി, അയ്യോ ഇങ്ങനെയാണോ എന്ന് സഹതാപം ചെയ്യുന്നതിൽ ഭേദം അവർ നമ്മളെ ചേർത്ത് നിർത്തി നമുക്ക് നല്ല വാക്കുകൾ തരാണെങ്കിൽ ആ പാരൻറ്റിന് വളരെ ഒരു മോട്ടിവേഷനാണ് കിട്ടുന്നത്. ആ കുട്ടിക്ക് ഐക്യമില്ല, ഇല്ലാത്ത കുട്ടികളാണ് മിക്കവരും. ഐക്യമുള്ളവരും ഇവിടെ ഉണ്ട്. അക്കാഡമിക്കലായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടുന്ന് ഡിഗ്രി പാസ്സായ പിള്ളേർ വരെ ഇവിടെ ഈ ആദർശ സ്കൂളിലുണ്ടായിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷം എനിക്കറിയാം. അപ്പോൾ അതുവരെ ഇവിടെ സെക്ഷൻ തിരിച്ച് ലെവൽ തിരിച്ച് ഇവിടെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. മദേഴ്സിന് ഭയങ്കര സ്ട്രെസ്സ് കൂടുതലാണ്. മദേഴ്സ് ഒരിക്കലും ആ സ്ട്രെസ്സ് മറ്റുള്ളവരോട് പറയുന്നുമില്ല. പല വീടുകളിലും അച്ഛന്മാർ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഫാദേഴ്സിൻ്റെ പ്രസൻസ്, ഈവൻ നമ്മുടെ സ്കൂളിൽ പോലും ഫാദേഴ്സിൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. ഫാദേഴ്സ് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതായത് അവരുടെ ഫാദേഴ്സിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടുന്നില്ല. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യലി പുവറായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒത്തിരി കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അവർക്കും പ്രോബ്ലംസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പാരൻസിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പാരൻസിന് ഇവിടെ നല്ലൊരു വേദിയുണ്ട്. പാരൻസ് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താ പറയുക, എല്ലാം കുട്ടികളിൽ മാത്രം ഫോക്കസ് നിർത്താതെ നമ്മൾ പാരൻസിലേക്കും ഫോക്കസ് കൊടുത്തുകൊണ്ട് ഒരു ഫുൾ കോർ ടീം അതിലേക്ക് വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കുട്ടികളെ ഓരോ തെറാപ്പിയും റിഹാബും ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ലാബ് ഒരു മിനി ആദർശ് സ്പെഷ്യൽ സ്കൂളായിട്ട് തോന്നുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികളെ അവരുടെ എബിലിറ്റീസ് കണ്ടുപിടിച്ച് അവർ ട്രെയിൻ ചെയ്യിക്കുന്ന രീതിയിൽ? നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ ബേസിക് മുതൽ, അതായത് ABCD ആൽഫബറ്റ്സ്, നമ്പേഴ്സ് അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമ്മൾ ആൽഫബറ്റ്സ് തുടങ്ങും, പിന്നെ നമ്പേഴ്സിലേക്ക് പോകും, പിന്നെ അത് വേർഡ്സിലേക്കാകും, സെൻറ്റൻസിലേക്ക്, അങ്ങനെ പടിപടിയായിട്ടാണ് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിൻ്റെ സിലബസാണ്, NIOS എന്ന് പറയും. അപ്പോൾ ആ സിലബസ് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ B ലെവൽ കുട്ടികളാണ്. B ലെവൽ എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ്. 3 ലെവൽസ് ഉണ്ട്. A ലെവൽ 2ാം ക്ലാസ്, B ലെവൽ 4ാം ക്ലാസ്, C ലെവൽ 7ാം ക്ലാസ്.
അപ്പോൾ ഇവരിൽ തന്നെ ഇപ്പോൾ ഈ 2 കുട്ടികൾക്ക് നന്നായിട്ട് പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവരത് കമ്പ്യൂട്ടറിൽ പടം വരയ്ക്കും. പിന്നെ ഇവർക്ക് നമ്മൾ ഓരോ ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കും. ഈ കുട്ടിയാണെങ്കിൽ ആൽഫബറ്റ്സ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ പഠിത്തം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെറാപ്പിയും കൂടിയായിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ കറക്റ്റ് ആയിരിക്കണം, എന്നെങ്കിലും അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ റൈറ്റ് ഹാൻഡാണ് അവർക്ക് വീക്കെങ്കിൽ നമ്മൾ കൂടുതൽ ആ കൈ ഫോക്കസ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ചെയ്യിക്കും. അപ്പോൾ ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതൊരു തെറാപ്പി ആയിട്ടും കൂടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡിസബിലിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം. ഓരോ കുട്ടിക്കും നമുക്ക് ഓരോ പ്രോഗ്രാംസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതിൻ്റെ ടാർഗറ്റ് വേണം. ആ ടാർഗറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗോൾ നടപ്പാക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. അത് ഇവാലുവേഷൻ എപ്പോഴും നമ്മൾ അതിന് ഇറ്റ് ഷുഡ് ബി ഇവാലുവേറ്റഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം ഒരു കുട്ടിക്ക് നിശ്ചയിക്കുന്നത് ഒരു പക്ഷേ ആ കുട്ടിയിൽ എത്രമാത്രം അത് ബെനിഫിറ്റ് ഉണ്ടാക്കിയെന്നുള്ളത് ഈ ഇവാലുവേഷനോട് മദേഴ്സിന് മാത്രം പറയാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് മദേഴ്സിന് ഇവിടെ കാണുന്നത്. വി എൻകറേജ് ദാറ്റ്. ഏതാണ്ട് 90% കുട്ടികൾ അമ്മമാർ വരുന്നുണ്ട്. പ്രോബബിളി ഏറ്റവും നല്ല ഡോക്ടർ അമ്മമാർ തന്നെയാണ്. ഒരു കുട്ടിക്ക് അടുത്ത ആഴ്ച പനി വരാൻ പോകണമെങ്കിൽ അമ്മയ്ക്കാണ് അറിയാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ദി ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഓഫ് എ മദർ. ഇന്ദ്രധനുസ് പിറന്നവള് കുന്തിരിക്കത്തിൻ മണമുള്ളോള് ചുണ്ടിൽ വിരിയും കറിക്കുമ്പോള് കാണാ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. നമ്മളേതാണ്ട് കഴിഞ്ഞ 27 വർഷത്തിൽ 92 കുട്ടികളോളം നമ്മൾ നോർമൽ സ്റ്റേജിലേക്ക് അയച്ചിട്ടുണ്ട്. അതാണ് ഈ ബേസ് സെൻറ്ററിൽ നടക്കുന്നത്. 9000-ന് മുകളിൽ കുട്ടികളെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒരു 10-33 കുട്ടികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ തുടങ്ങിയ ഞങ്ങൾ 3 പേരാണ്. ഐ മീൻ എൻ്റെ ഈ ഒരു ട്രസ്റ്റ് ഡീഡിൽ ഒപ്പിട്ട സെറ്റിലേഴ്സ് എന്ന് പറയുന്ന 3 പേരാണ്. ആ 3 പേർക്കും അങ്ങനത്തെ ഒരു കുട്ടികളൊന്നുമില്ല. ഒരു ദൈവാധീനന്നേ പറയാനുള്ളൂ. എനിക്ക് അതിനകത്തൊരു പ്രത്യേക ആൻസർ പറയാനില്ല. വേറെ ഒരു ഇൻട്രസ്റ്റ് അതിനകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളങ്ങനെ ഇത്രയും ഒരു വലിയൊരു ക്യാൻവാസ് ഞങ്ങൾ പ്രതീക്ഷിച്ച് തുടങ്ങിയതല്ല. കുറച്ച് കുട്ടികളെ കാണാനിടയുണ്ടായി. എന്നാൽ എന്തെങ്കിലും ചെയ്യാമെന്നൊരു ഒന്ന് അങ്ങനെ തുടങ്ങി. ഗോഡ്സ് ഗ്രേസ്, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ആദർശ് പബ്ലിക് സ്കൂളിൻ്റെ ചങ്കിടിപ്പായിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാ പിള്ളേരുടെയും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ്. എങ്ങനെയാണ് ഇവിടെ എൻജോയ് ചെയ്യുന്നത്? പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുപോലെ. ഞങ്ങൾ സ്റ്റാഫുകളും അതെ, എല്ലാവരും അല്ലേ. കുട്ടികളൊക്കെ കാണുമ്പോൾ സ്പെഷ്യൽ കെയർ കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് റിയാക്ട് ഒക്കെ ചെയ്യുക? അവരും ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അതുപോലത്തെയാണ്. ഞങ്ങൾ അതുപോലത്തെ ലവ് ആൻഡ് കെയർ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി നിങ്ങളെ ഹാപ്പിയാക്കാൻ വേണ്ടി ഒരു പാട്ടൊക്കെ പാടാറുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഒരു പാട്ട് പാടിയാൽ അത് നമുക്ക് ആ ഒരു രംഗം ഒന്ന് ഉഷാറാക്കായിരുന്നു. കുഞ്ഞാടേ മേരി കൊണ്ടൊരു കുഞ്ഞാടേ, മേരിയേ കുഞ്ഞാടേ മേരി കൊണ്ടൊരു കുഞ്ഞാട്, കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞ് കിടന്നു കരഞ്ഞിടും, മേരിയേ കുഞ്ഞാടേ മേരി കൊണ്ടൊരു കുഞ്ഞാട്. ഈ സന്തോഷമാണ് ഇവിടെ നിന്ന് പോകുന്ന ഓരോ ലെവലപ്പായി പോകുന്ന ഓരോ കുട്ടികളുടെയും മുഖത്ത് വിടരുന്ന പുഞ്ചിരിയുടെ രഹസ്യം. ആദർശ് സ്കൂളിൻ്റെ എല്ലാ ആശംസകളും. താങ്ക് യു.